ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജിൻ്റെ ഏറ്റവും പുതിയ മലയാള സിനിമ നോബഡി തിയേറ്ററിലെത്തുന്നത് ജൂലൈ 9-നാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുകയുണ്ടായി. സുപ്രിയ മേനോൻ നിർമ്മിച്ച് നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, അശോകൻ, ഹക്കീം ഷാ, നന്ദു എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സമീർ അബ്ദുൾ തിരക്കഥയൊരുക്കിയ ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജേക്സ് ബിജോയിയുമാണ്. സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ മികച്ച റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ 7 മിനിറ്റ് 34 സെക്കൻഡിൽ 1 ലക്ഷം രൂപയും 20 മിനിറ്റ് 57 സെക്കൻഡിൽ 2 ലക്ഷം രൂപയും 33 മിനിറ്റ് 10 സെക്കൻഡിൽ 5 ലക്ഷം രൂപയും സിനിമ നേടിയെടുത്തിരുന്നു. 1 മണിക്കൂർ 19 മിനിറ്റിൽ 10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 1 മണിക്കൂർ 58 മിനിറ്റ് ആയപ്പോൾ 15 ലക്ഷം രൂപയും പ്രീസെയിലായി നേടിയെടുത്തിട്ടുണ്ട്. AK സാജന്റെ തിരക്കഥയിൽ ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വരവ്. മുരളി ഗോപി, അർജുൻ അശോകൻ, സാനിയ അയ്യപ്പൻ, ദീപക് പറമ്പോൾ, വാണി വിശ്വനാഥ്, ബാബുരാജ് എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. എസ് ശരവണൻ സിനിമാറ്റോഗ്രാഫിയും ഷബീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സാംസിയസ് ആണ്. കഴിഞ്ഞ മാസം ഈ സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ റിലീസിംഗ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം, അതായത് ജൂലൈ 16-നാണ് ഈ സിനിമ തിയേറ്ററെടുക്കുന്നത്. ഈ ആഴ്ച തിയേറ്ററെടുത്തി വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ആൽഫ. ശിവറാവയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആലിയ ഭട്ട്, ഷർവാരി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 63 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 46 കോടി 73 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 63 കോടി 84 ലക്ഷം രൂപയാണ്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയാണ്. നിലവിൽ ഇന്ത്യൻ ഷെയറായി 22 കോടി 3 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി 30 കോടി 31 ലക്ഷം രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബേബി ഡു ഡൈ ഡു. നാജികേത് സാമന്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹുമ ഖുറൈഷി, സിക്കന്ദർ ഖേർ, ചുങ്കി പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 3 കോടി 2 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. 22 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് 10 കോടിയാണ് വിറ്റഴിക്കപ്പെട്ടത്. നിലവിൽ ഈ സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം കിട്ടിയിട്ടില്ല. ജൂലൈ 3-ന് തിയേറ്ററിലെത്തി മികച്ച കളക്ഷൻ നേടിയത് മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് ഗാട്ടാ കുസ്തി 2. ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 17 കോടി 17 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 40 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ തിങ്കളാഴ്ച 17 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 65 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 7 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 19 കോടി 36 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 3 കോടി 72 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 23 കോടി 8 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി സ്വന്തമാക്കിയത്. ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് റാവു ബഹാദൂർ. വെങ്കടേഷ് മഹാ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സത്യദേവ്, വികാസ് മുപ്പാല, ബാല പരാസർ, ദീപ തോമസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 4 കോടി 91 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 5 കോടി 59 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 3 കോടി 13 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 8 കോടി 72 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. 10 കോടി 80 ലക്ഷം ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 4 കോടി 23 ലക്ഷം രൂപ വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂലൈ 3-ന് തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് ഗ്രാമായണ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 30 ലക്ഷം രൂപയാണ്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി ഈ സിനിമ 4 ദിവസം കൊണ്ട് 1 കോടി 74 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 3 കോടി 80 ലക്ഷം ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ 85 ലക്ഷം രൂപ ഷെയറായി നേടിയെടുത്തിട്ടുണ്ട്. ഗബ്ബാദ് കൊണ്ട് എന്ന മറാഠി സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 7 കോടി 84 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് 1,15,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 7 കോടി 85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 6 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വിദേശത്ത് റിലീസ് ചെയ്തിട്ടില്ല. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.